Hello friends, welcome to AMVI Learning App. This is Afzal Halif. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രതീക്ഷയുടെയും അവസരങ്ങളുടെ വർഷമാണ് 2023. ഇങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം ജോബുകളായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ലെക്ചർ ഇൻ പോളിടെക്നിക് തുടങ്ങിയ പ്രീമിയം ലെവൽ എക്സാംസ് എല്ലാം നടക്കുന്നത് 2023 തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്താതെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രിപ്പറേഷൻ കൺസിസ്റ്റൻസി എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം, ഇതിനു വേണ്ടി ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്? നിങ്ങളൊരു സബ്ജക്റ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ പിക്ക് ചെയ്യും. ഒരു പക്ഷേ ആ ടോപ്പിക്കിൻ്റെ ലെക്ചർ നോട്ട്സ് നിങ്ങളിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് നിങ്ങളിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ ലെക്ചർ നോട്ട്സ് നന്നായി പഠിക്കുന്നു, കൺസെപ്റ്റ്സുകളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഈ കൺസെപ്റ്റ്സുകൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള MCQ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകും. കാരണം അൾട്ടിമേറ്റ്ലി എക്സാം ഹാളിൽ നിങ്ങൾക്ക് നേരിടാനുള്ള ആര് തന്നെയാണ്? ഈ MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അവിടെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു 10 MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് വിചാരിക്കും. അത് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുന്നു, സോൾവ് ചെയ്യുന്നു, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ്, അങ്ങനെ 1 by 1 ആയിട്ട് നിങ്ങൾ ആ 10 ക്വസ്റ്റ്യനും നിങ്ങൾ സോൾവ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 10 ക്വസ്റ്റ്യൻസിലെയും കൺസെപ്റ്റ്സുകൾ കണക്റ്റഡ് ആയിരിക്കുമോ? അല്ല. ഈ 10 ക്വസ്റ്റ്യനും സെയിം ടോപ്പിക്കിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും ഇത് 10 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസിനകത്തുള്ള കൺസെപ്റ്റ്സുകൾ തമ്മിൽ യാതൊരുവിധ കണക്ഷൻസും കാണത്തില്ല. എല്ലായ്പ്പോഴും കൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കാൻ പറ്റിയാൽ എക്സാം ഹാളിൽ ഈസി ആയിട്ട് ആ കൺസെപ്റ്റ്സുകൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൺസെപ്റ്റ്സുകൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ മെത്തേഡാണ് ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് ദ മെത്തേഡ് ഈസ് നോൺ ആസ് കൺസെപ്റ്റ്സ് ത്രൂ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ്. ഇപ്പം നിങ്ങൾ ചോദിക്കും, സാർ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ വരുന്ന 10 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും essay ക്വസ്റ്റ്യൻസുകളില്ലേ, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസില്ലേ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു കാരണവശാലും, അല്ലെങ്കിൽ അതല്ലല്ലോ നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ലെക്ചർ നോട്ട്സിനകത്ത് നിങ്ങൾ ഓരോരോ കൺസെപ്ച്വൽ പോയിന്റ്സുകൾ നിങ്ങൾ എഴുതി വെക്കാറുണ്ട് ഇല്ലേ? ചില ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് പോയിന്റ്സിൽ എഴുതി വെക്കാറുണ്ട്. ഈ കൺസെപ്റ്റ് നിങ്ങൾ ഏതെങ്കിലും കേരള PSC എക്സാമിൻസിന് ഇന്ന ടോപ്പിക്കിനകത്തുള്ള ഇന്ന കൺസെപ്ച്വൽ പോയിന്റ്സ് എഴുതാൻ ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ കൺസെപ്റ്റ്സുകളൊക്കെ എഴുതി വെക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്? അത് എഴുതി വെക്കുന്നത് ഈ MCQ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കൺസെപ്റ്റ്സ് പഠിച്ച ഉടനെ ഡയറക്റ്റ്ലി നിങ്ങൾ MCQയിലോട്ട് ജമ്പ് ചെയ്യാതെ ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്താലുള്ള ഗുണം, ഒരു കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് അറിയാലോ, അതിനകത്ത് 5 അല്ലെങ്കിൽ 4 5 സബ് ടോപ്പിക്കുകളാണ്. ഇതെല്ലാം ഓരോ MCQവിന് ഇക്വലൻ്റ് ആയിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് അതിന് ആൻസർ കിട്ടിയാലേ നിങ്ങൾക്ക് സെക്കൻഡ് കിട്ടത്തുള്ളൂ, സെക്കൻഡ് കിട്ടിയാൽ തേർഡ് കിട്ടുള്ളൂ, തേർഡ് കിട്ടിയാലേ ഫോർത്ത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ എല്ലാ കൺസെപ്റ്റ്സും കണക്റ്റഡായി കിടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ 2 3 നിങ്ങൾ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കൺസെപ്റ്റ്സുകളും കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുക. ഇതിന് ശേഷം നിങ്ങൾ MCQ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും ഈസി ആയിട്ട് കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് MCQ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് വെറുതെ ഞാനൊരു മെത്തേഡ് വെറുതെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മാത്രമല്ല, ഇത് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പിക്ക് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ മേക്ക് ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു യൂട്യൂബ് സീരീസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഡെലിവർ ചെയ്യാൻ പോവുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൻ്റെ ബേസ് മുതൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മുതൽ റെഫ്രിജറേഷൻ വരെ ഉള്ള അഡ്വാൻസ്ഡ് സബ്ജക്റ്റുകൾ പിക്ക് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് എടുക്കുകയും യൂട്യൂബ് സീരീസ് ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഡെലിവർ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഈ പറയുന്ന ടോപ്പിക്സുകളിലൊക്കെ പ്രിപ്പയർ ചെയ്യും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന PDF നോട്ട്സ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ആയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഈ പറയുന്ന കൺവെൻഷണൽ മെത്തേഡ്, കൺവെൻഷണൽ പ്രോബ്ലംസുകൾ യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു കേരള PSCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു എഡ്യൂക്കേറ്റർ കേരള PSC കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിങ്ങനെ ധൈര്യമായി പറയാൻ കാരണം എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് ഈ മെത്തേഡ് കൊണ്ടുപോകുക തന്നെ ചെയ്യും. എല്ലാവരും ഈ മെത്തേഡ് ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് സീരീസ് ഫോളോ ചെയ്യുക, സ്വന്തമായി ഈ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.